എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് റിവ്യൂ എന്നുള്ളത്. റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റോറീനെ അനലൈസ് ചെയ്യാണ് ഫ്രം എ റീഡേഴ്സ് പെർസ്പെക്റ്റീവ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നിർബന്ധമായിട്ടും റിവ്യൂവിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് നെവർ നെവർ നെസ്റ്റ് എന്നുള്ള ആ ഒരു പ്ലേയുടെ റിവ്യൂ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്ലോട്ടിന്റെ റിവ്യൂ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ആദ്യം അത് എവിടെ നിന്ന് എടുത്ത പ്ലോട്ടാണ് എന്നുള്ള ഡീറ്റെയിൽ കൊടുക്കണം. ഓക്കെ, നെവർ നെവർ നെസ്റ്റ് ആണ് ആ വർക്ക്. ആരാണ് എഴുതിയത്? മോഡേൺ ഇംഗ്ലീഷ് റൈറ്റർ ആയിട്ടുള്ള സെഡ്രിക് മൗണ്ട് ആണ് എഴുതിയത്. ഒരു എത്ര ആക്ട് പ്ലേ ആണെന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ദ പ്ലേ ഈസ് സെറ്റ് ഇൻ വില്ല അറ്റ് ന്യൂ ഹാംസ്റ്റഡ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ പിന്നെ എന്ത് ഡീറ്റെയിലാണ് കൊടുക്കുന്നത്? ഇതിന്റെ സെറ്റിങ്സ് അല്ലേ. അപ്പോൾ ഓരോ സ്റ്റോറിയും നമുക്ക് സെറ്റ് ചെയ്ത ഒരു പ്ലേസ് ഉണ്ടാവും. ഓക്കെ, ഒരു ലൊക്കാലിറ്റി ഉണ്ടാവും, അതിന്റെ ഡീറ്റെയിൽസ് അതിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ നെവർ നെവർ നെസ്റ്റ് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് എവിടെയാണ്. അതൊരു വില്ലയിലാണ് അല്ലേ, ന്യൂ ഹാംസ്റ്റഡിലുള്ള ഒരു വില്ലയിലാണ്. പിന്നെ നമ്മൾ പറയണത് ഇറ്റ് ഇസ് എ കോമിക് വൺ ആക്ട് പ്ലേ. എന്താണ് പിന്നെ നമുക്ക് അതിന്റെ എന്ത് ഡീറ്റെയിൽ അറിയാം? അതൊരു കോമിക് ആയിട്ടുള്ള ഒരു വൺ ആക്ട് പ്ലേ ആണെന്ന് അറിയാം. അപ്പോൾ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു അല്ലേ. നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു? നമ്മൾ ആ ഒരു വർക്കിന്റെ പേര് ആഡ് ചെയ്തു, റൈറ്ററിന്റെ പേര് ആഡ് ചെയ്തു, സെറ്റിങ്സ് ആഡ് ചെയ്തു, ആൻഡ് ഏത് ടൈപ്പ് ഓഫ് വർക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, there are 4 characters in the play. ഇത്രയും ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു ഡീറ്റെയിൽ ആണ് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ആരൊക്കെയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ? അപ്പം നമുക്കറിയാം ജാക്ക്, ജിൽ, ആൻ ജെയിൻ ആൻഡ് ദ നഴ്സ്. ഇങ്ങനെ 4 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വർക്കിലുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് പതിയെ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ക്യാരക്ടർ അനാലിസിസും സമ്മറിയും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ ഓരോ സമ്മറിയിൽ ഓരോ പ്ലോട്ടിന്റെ ഓരോരോ പോയിന്റ്സിൽ എത്തുമ്പോഴും ക്യാരക്ടറിന് വരുന്ന ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് എഴുതാം. ഓക്കെ, ദ പ്ലേ ബിഗിൻസ് വിത്ത് ദ വിസിറ്റ് ഓഫ് ആൻ ജെയിൻ അറ്റ് ദ വില്ല ഓഫ് ജാക്ക് ആൻഡ് ജിൽ. ദേ ഷോ ദ ആന്റ് അറൌണ്ട് ആൻഡ് ദെയർ ഹൗസ് സീം ടു ഹാവ് എവറിഥിങ് ഫ്രം പിയാനോ, റേഡിയോഗ്രാം ടു കാർ ആൻഡ് ഫർണിച്ചർ. ഓക്കെ, അപ്പോൾ അവരുടെ വീട്ടിൽ എന്തായിരുന്നു? എല്ലാം ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെ സമ്മറിയുടെ പാട്ടാണ്. Aunt becomes confused with the abundance of appliances at their home. Later learns that everything they bought or everything they own is bought through installment. അപ്പോൾ പതിയെ ആണ്ടിന് എന്ത് മനസ്സിലാവാണ്? അവരുടെ വീട്ടിലുള്ള എല്ലാം ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിയ സാധനങ്ങളാണ് എന്ന് മനസ്സിലാവാണ്. Here Jack becomes the representative of a consumer society. കണ്ടോ, അവിടെ നമ്മൾ ജാക്കിന്റെ ക്യാരക്ടറിന്റെ റെലവൻസ് മെൻഷൻ ചെയ്തു. എന്താ? ജാക്ക് ഒരു കൺസ്യൂമർ സൊസൈറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആവുകയാണ്. Drunk with the idea of installment. Jack explains to Aunt how easy it is to own everything they want without having to spend a lot. He asks her, why to be Mr. Tenant when you can be Mr. Owner? കണ്ടോ, അപ്പോൾ നമ്മൾ ആ ഒരു റിവ്യൂ കുറച്ചുകൂടെ ഒത്തൻറ്റിക് ആണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നമ്മൾ കോട്ട് ചെയ്തു. ഓക്കെ, ദി aunt is worried to hear all this as Jack earns only. അപ്പോൾ പിന്നെ നമ്മൾ ആ പ്ലോട്ടിലെ ട്വിസ്റ്റുകളുടെ ഒക്കെ കാര്യങ്ങൾ പറയാം. ജാക്കിന് വലിയൊരു എന്തില്ല, ഏർണിംഗ് ഇല്ല. അത് മാത്രമല്ല, കടം വാങ്ങിയിട്ട് ആ കടം വരെ ഇൻസ്റ്റാൾമെന്റിലാണ് ജാക്ക് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ ജില്ല് പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ. This pushes Aunt to a frantic state as she had never owed a penny in her life. She then hands over a check of 10 pounds to Jill. Okay. Jill here is portrayed as a typical wife. അപ്പോൾ നമ്മൾ പിന്നെ ജില്ലിന്റെ ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞു, ആന്റിന്റെ ക്യാരക്ടറിന്റെ റെലവൻസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് പറയും? ഈ വർക്കിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് നിങ്ങൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പം നിങ്ങൾ അതിന്റെ സ്റ്റോറി മുഴുവൻ പതിയെ എക്സ്പ്ലെയിൻ ചെയ്തു, ക്യാരക്ടറിന്റെ റെലവൻസ് പറഞ്ഞുകൊണ്ടിരിക്കെ നിങ്ങൾ എന്നിട്ട് പറയാണ് ടൈറ്റിൽ റെലവെന്റ് ആണ്. ഓക്കെ, കാരണം എന്താ? അവർ ഒരിക്കലും അവരുടെ നെസ്റ്റിൽ എത്തുന്നില്ല അല്ലെ. എപ്പോഴും അവരുടെ ആ നെസ്റ്റ് നെവർ എന്നുള്ള ഒരു വേർഡ് തന്നെ നിൽക്കുകയാണ്. പിന്നെ ഇതൊരു സെറ്റയർ ആണ് അല്ലെ, ഇതൊരു ആക്ഷേപഹാസ്യമാണ്. എങ്ങനെ? ഇത് മൊത്തത്തിലുള്ള ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് ബേസ് ചെയ്ത് ജീവിക്കുന്ന സൊസൈറ്റീനെ ഒന്ന് കളിയാക്കിക്കൊണ്ടുള്ള ഒരു വർക്കാണ്. But the satire is beautifully drawn to the current situation of society where everything can be owned with slow payments. അപ്പോൾ നിങ്ങൾ ഇതിൽ എഴുതേണ്ട പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ് ടൈറ്റിൽ, ആരാണ് റൈറ്റർ, ഇപ്പം ഏത് ടൈപ്പ് വർക്കാണ്, എന്താണ് വർക്കിൻ്റെ തീം, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, ക്യാരക്ടേഴ്സിൻ്റെ റെലവൻസ് എന്തൊക്കെയാണ്, കോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ടൈറ്റിലിൻ്റെ റെലവൻസ് എന്താണെന്ന് പറയാം, ആൻഡ് നന്നായിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, നമ്മളിത് സെറ്റയർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ ഒരു വർക്കിനെ, നമ്മുടെ റിവ്യൂവിനെ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്തു.
ഓക്കെ, അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ കൊടുക്കുക. ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റിവ്യൂ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ ഒരു കാര്യം മറക്കണ്ട, നമ്മൾ 4-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് നമ്മുടെ ഇംഗ്ലീഷിന് മാരത്തോൺ. അപ്പം കറക്റ്റ് 5 മണിയാകുമ്പോൾ എല്ലാവരും ചാനലിൽ ഉണ്ടാവുക. ആൻഡ് 5-ാം തീയതി രാവിലെ 6 മണിക്ക് നമുക്ക് റിവിഷൻ ലൈവ് ഉണ്ട്, മറന്നു പോകരുത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ എല്ലാ ഡിസ്കസും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈവിൽ മീറ്റ് ചെയ്യാം. ബൈ.